കോമ്പാക്ട് SUV ആയ റൈസിനെ ഇന്തോനേഷ്യയിൽ അവതരിപ്പിച്ച ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട കഴിഞ്ഞ നവംബറിൽ ടൊയോട്ടയുടെ മാതൃരാജ്യമായ ജപ്പാനിൽ കമ്പനി വാഹനത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ അടുത്തിടെ ശ്രീലങ്കയിലും വാഹനത്തെ കമ്പനി അവതരിപ്പിച്ചിരുന്നു. 2019 ടോക്കിയോ മോട്ടോർ ഷോയിലാണ് ടൊയോട്ട തങ്ങളുടെ ആദ്യത്തെ സബ് കോമ്പാക്ട് SUV വെളിപ്പെടുത്തിയത്. ടൊയോട്ടയുടെ CNG പ്ലാറ്റ്ഫോമിലാണ് വാഹനത്തിന്റെ നിർമ്മാണം. ഡായിസുവിന്റെ ചെറു SUV റോക്കിയുമായി ഏറെ സാമ്യമുണ്ട് വാഹനത്തിന്. ആഗോളതലത്തിൽ വിൽപ്പനയ്ക്കുള്ള റഷ്യന്റെ പിൻഗാമിയാണ് പുത്തൻ SUV. 3995 mm നീളവും 1695 mm വീതിയും 1620 mm ഉയരവുമുണ്ട് വാഹനത്തിന്. 369 ലിറ്ററാണ് ഇതിലെ ബൂട്ട് സ്പേസ്. നീളത്തിലുള്ള ഹെഡ്ലാമ്പ്, മുകളിലായി LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ, വലിയ എയർ ഡാം, മസ്കുലാർ ബമ്പർ എന്നിവയാണ് മുന്നിലെ സവിശേഷതകൾ. 17 ഇഞ്ച് അലോയ് വീലുകൾ വശങ്ങളെ മനോഹരമാക്കും. ഫൈബർ സ്ട്രിപ്പിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ടെയിൽ ലൈറ്റുകൾ, ക്ലാഡിങ്ങുകളുള്ള ഡ്യുവൽ ടോൺ ബമ്പർ എന്നിവയാണ് പിന്നിലെ സവിശേഷതകൾ. ആഡംബരം നിറഞ്ഞതാണ് വാഹനത്തിന്റെ അകത്തളം. 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, കോക്പിറ്റ് മാതൃകയിലുള്ള സെൻട്രൽ കൺസോൾ, 3 സ്പോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, ക്രോമിയം കടഹങ്ങളുള്ള ഡാഷ്ബോർഡ് എന്നിവയാണ് അകത്തളത്തെ സവിശേഷതകൾ. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന്റെ കരുത്ത്. ഈ എഞ്ചിൻ 98 bhp കരുത്തും 140 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. 6 സ്പീഡ് മാനുവൽ CVT ആണ് ഗിയർ ബോക്സ്. 2 വീൽ 4 വീൽ ഡ്രൈവ് മോഡുകളിലാണ് വാഹനം വിപണിയിലെത്തുക. 2 വീൽ ഡ്രൈവ് മോഡിൽ 18.6 കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് കമ്പനി അവകാശപ്പെടുന്നത്. 4 വീൽ ഡ്രൈവിൽ 17.4 കിലോമീറ്റർ മൈലേജും കമ്പനി അവകാശപ്പെടുന്നു. അതേസമയം വാഹനത്തെ ഇന്ത്യൻ വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കില്ലെന്ന് കമ്പനി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ടൊയോട്ട മാരുതി കൂട്ടുകെട്ടിൽ റീബാഡ്ജ് ചെയ്ത വിറ്റാര ബ്രezza ഉടൻ വിപണിയിൽ എത്തുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ടൊയോട്ട സുസുക്കി പങ്കാളിത്തത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വിപണിയിലെത്തുന്ന രണ്ടാമത്തെ വാഹനമായിരിക്കും ഇത്. മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാഷ്ബാക്കായ ബലേനോയുടെ റീബാഡ്ജ് ചെയ്ത ടൊയോട്ട ഗ്ലാൻസയെ 2019 ജൂണിലാണ് ടൊയോട്ട വിപണിയിൽ എത്തിച്ചത്.